സംഘപരിവാറിന്റെ അക്രമികൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കുകയും അവർ ഡൽഹിയിൽ കന്യാസ്ത്രീ മഠത്തിലേക്ക് ജോലിക്ക് കൊണ്ടുപോയ 3 പെൺകുട്ടികളെ ആക്രമിക്കുകയും ചെയ്തു. സംഘപരിവാറിന്റെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിലെ പോലീസ് സംഘപരിവാർ ആജ്ഞാനവർത്തികളായി ബജറംഗ് ദളിന്റെ നിർദ്ദേശപ്രകാരം അവരെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ കുടുക്കി അകാരണമായി സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് സമർപ്പിച്ചു. സംഘം ചേർന്ന് സംഘപരിവാറുകളും ബജറംഗ് ദളും അവരെ ആക്രമിച്ചു. ഹിന്ദു പരിവാറിന്റെ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം അടിച്ചുവിട്ടത്. ഈ രാജ്യത്തെ തകർക്കാൻ, ഈ രാജ്യത്തെ ഒരു മതരാജ്യമാക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് BJP നടത്തുന്നത്. അതിന് കൊടപിടിക്കുന്നത് സംഘപരിവാറുകളാണ്. മോഹൻ ഭഗവത്തിന്റെ സംഘപരിവാറുകൾ ആസൂത്രിതം ചെയ്യുന്ന കലഹമാണ് ഇന്ത്യയിലാകെ നടക്കുന്നത്. നമുക്കറിയാം, മണിപ്പൂരിൽ വേറ്റിയും കുപ്പിയും തമ്മിലുള്ള സമരം എത്ര കാലങ്ങളായി തുടങ്ങിയിട്ട് ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കുന്നു, ക്രിസ്ത്യൻ അച്ഛന്മാരെ ആക്രമിക്കുന്നു, ഇപ്പോൾ കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു. ഇന്ത്യയിലുടനീളം വർഗീയ ലഹളകളും വർഗീയ കലാപവും അഴിച്ചുവിട്ട് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കുന്നതിനുള്ള രാഷ്ട്രീയ അടിത്തറ പാകുകയാണ് BJPയും സംഘപരിവാറുകളും. ഇന്ത്യൻ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി, ഇന്ത്യൻ ഭരണഘടനയെ കാറ്റിൽ പറത്തി ഭരണഘടനാ സ്ഥാപനങ്ങളെ തങ്ങളുടെ നിലയ്ക്ക് നിർത്തുന്ന സംഘപരിവാർ ശക്തികളുടെ നിർദ്ദേശമനുസരിച്ച് പാവയായി ഭരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിനെ നിയന്ത്രിക്കുന്ന അമിത്ഷായും ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നായി അവരുടെ അജ്ഞാനഭക്തികളാണ്. NIA എന്ന് പറയുന്നത് നമ്മൾ കേട്ടുകേൾവിയുള്ളത്. NIA കോടതി ഒരു കേസെടുത്താൽ നീതിപൂർവം പ്രവർത്തിക്കും, രാജ്യദ്രോഹികളാണെങ്കിൽ അവരെ തുരങ്കിലടയ്ക്കും. എന്നാൽ കന്യാസ്ത്രീമാർക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ മതപിതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അമിത്ഷാ ഇടപെട്ടത് കൊണ്ടാണ് ജാമ്യം ലഭിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അമിത്ഷാ ഇടപെട്ടാൽ NIA കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെങ്കിൽ NIA കോടതികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? അപ്പോൾ സാൻ സ്വാമിയെ പോലെ